Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Good afternoon. Okay. മഴയൊക്കെ ഉണ്ടാ? എങ്ങനെയുണ്ട് മഴ? കുറഞ്ഞല്ലേ? ശക്തമായിട്ട് പെയ്യുന്നുണ്ടോ? ഓക്കെ ഓക്കെ. 1 minute. വെയിലാണ്. ഓ തകർപ്പോലെ നിങ്ങൾ വെയിലൊക്കെ ആണല്ലോ അല്ലേ? ആരാ പറഞ്ഞ? കുട്ടി പറഞ്ഞല്ലോ 26 ആണോ 27 ആണോ എന്ന് അറിയില്ല. വെയിൽ കാണാനായിട്ട് കൊതിയാവുന്നു. ആരാ പറഞ്ഞ? നമ്മുടെ ക്ലാസ്സിലാണോ പറഞ്ഞ? അതെ അതെ ഓക്കെ. നല്ല ചൂടാണ്. ആ ഓക്കെ. 2 ദിവസം കഴിയുമ്പോ സെറ്റ് ആവും അല്ലെ? വെയിലൊക്കെ ആയിക്കോളും. ഇവിടെ കാലത്ത് നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ മങ്ങി നിൽക്കുന്നുണ്ട്. ഓക്കെ. ഇനിയിപ്പോ രാത്രിത്തേക്ക് നല്ല മിക്സുകളൊക്കെ പെയ്യാനായിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഓക്കെ. ഇപ്പോ മെഡിക്കൽ ടെർമിനോളജി ആണ് ഇനി എടുത്ത് തീർക്കാനുള്ളതല്ലേ? ബാക്കിയെല്ലാം ഒരു ഇതൊക്കെ കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ. പക്ഷെ ഇതിനെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ മെഡിക്കൽ ടെർമിനോളജിയിലെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞേ? എന്താ മെഡിക്കൽ ടെർമിനോളജി? ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് അല്ലെ? അതുപോലെ തന്നെ അത് എന്താണ് ഈ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ്. അത് ഒറിജിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർഡ് ആണ് അല്ലെ? അതുപോലെ തന്നെ എന്താണ് യൂണിവേഴ്സലി എന്താണ് ആക്സെപ്റ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് അല്ലെ? ഓക്കെ. അതെന്തിനു വേണ്ടിയിട്ടാണ് ഈ മെഡിക്കൽ ടെർമിനോളജി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വെച്ചാല് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മെഡിക്കൽ വർക്കേഴ്സിന് അവര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടേമുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്, മെഡിക്കൽ ടെർമിനോളജി ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് തമ്മിൽ ഇപ്പൊ നമ്മൾ എന്താണ്, നമ്മൾ സാധാരണ ജനങ്ങളാണ്. അപ്പൊ നമുക്ക് ആ മെഡിക്കൽ ടേം ചിലപ്പോ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ പഠിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഈ നമ്മള് പഠിക്കുമ്പോ ചിലപ്പോ കുറച്ച് ടേംസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണല്ലോ എന്നുള്ളത്. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള ടേംസുകൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ? അവർക്ക് തമ്മിൽ എവിടെയുള്ള ആളുകൾക്ക് തമ്മിലാണ്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ വർക്കേഴ്സിന് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് മെഡിക്കൽ ടെർമിനോളജി ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ടു സ്പെസിഫിക്കലി ഡിസ്ക്രൈബ് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹ്യൂമൻ ബോഡി, അതുപോലെ എലമെന്റ്സ്, പിന്നെ അതിൽ നമ്മൾ കുറച്ച് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കിംസ്റ്റാൻസസ്, അതായത് രോഗകാരണങ്ങള്, പലതരം രോഗാവസ്ഥയുമായിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവാം അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള കാരണങ്ങള്, രോഗകാരണങ്ങളാവാം, ഹ്യൂമൻ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടതാവാം, ഹ്യൂമൻ എലമെന്റ്സ്, അതുപോലെ തന്നെ മെത്തേഡുകൾ, ഇതിനൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ ടെർമിനോളജി ഉള്ളത്. ഓക്കെ. അങ്ങനെ നമ്മൾ എന്താണ് അതിനകത്ത് വരുന്നതാണ് പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ ഓരോ ഭാഗങ്ങൾ വെച്ച് മെഡിക്കൽ ടെർമിനോളജി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. മെഡിക്കൽ ടെർമിനോളജി എന്ന ഭാഗം ഓക്കെ ആണോ നിങ്ങൾക്ക്? ഫസ്റ്റ് പാരഗ്രാഫ് കുഴപ്പമില്ലല്ലോ? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ആൻസർ. പിന്നെ എന്ത് പറ്റി? ഓക്കെ. ഓക്കെ. ഇനി പ്രിഫിക്സ് എന്താണ്? എന്തായിരിക്കാം പ്രിഫിക്സ് എന്ന് പറഞ്ഞാല്? പ്രിഫിക്സ് എന്താ? A prefix means a word attached at the beginning of the word. Underline ചെയ്ത് വെച്ച്. അതാണ് ചോദിക്കാറ് കേട്ടോ. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മെഡിക്കൽ ടേമിന്റെ തുടക്ക ഭാഗം, ബിഗിനിങ് ഓഫ് ദ വേർഡ്, അതിനെയാണ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് പറയുന്നത് അല്ലേ?
അവിടെ കൊടുത്തിരിക്കുന്ന നോക്കിയാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഓട്ടോ പൈലറ്റ്. ഓട്ടോ പൈലറ്റിന്റെ പ്രിഫിക്സ് ഏതാന്ന് പറയാൻ പറ്റോ? ഏതായിരിക്കാം ഓട്ടോ പൈലറ്റിന്റെ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മിസ്സിന്? ഓട്ടോ, വെരി ഗുഡ്. സബ്മറൈൻ എന്തായിരിക്കാം? സബ്മറൈൻ, സബ്. ഓക്കെ. ട്രൈസൈക്കിൾ, ട്രൈസൈക്കിൾ, ട്രൈ എന്നുള്ളതാണ് എന്ത് പ്രിഫിക്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ജനറൽ ലാംഗ്വേജ് അല്ലെങ്കിൽ വേർഡ്സുകളാണ് ഈ ഓട്ടോ പൈലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് വരുന്ന പ്രിഫിക്സ് എന്ന് പറയുന്നത് അതിന്റെ തുടക്ക ഭാഗമാണ് അല്ലെ. ഓട്ടോ, സബ്, ട്രൈ എന്നൊക്കെ പറയുന്നതാണ് പ്രിഫിക്സ് ആയിട്ട് വരുന്നത്. ഇനി വേറൊരു ചോദ്യം ചോദിക്കാം മിസ്. അൺഹാപ്പി, ഇതിനകത്ത് പ്രിഫിക്സ് ഏതാണ്? പ്രിഫിക്സ് ഏതാ? അൺ അല്ലെ. ഹാപ്പിനെ കൂടി നമ്മൾ അൺ ചേർക്കുമ്പോഴാണ് അൺഹാപ്പി എന്നാകുന്നത് അല്ലെ. അതിന്റെ പ്രിഫിക്സ് വരുന്നത് ഏതാണ്? അതിന്റെ തുടക്ക ഭാഗമാണ്. അൺ എന്നുള്ളതാണ് എന്ത് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അബ്നോർമൽ, ഇപ്പൊ സാധാരണ പറയുന്ന വാക്കാണ് അല്ലെ, നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അബ് എന്നുള്ളതാണ് എന്ത് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അതിന്റെ തുടക്ക ഭാഗം, വേർഡിന്റെ അല്ലെ, ബിഗിനിങ് ഓഫ് ദി വേർഡ്, വേർഡിന്റെ തുടക്ക ഭാഗത്തെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. അബ്നോർമൽ എന്ന് പറയുമ്പോൾ അബ്, എ ബി അല്ലെ, അതാണ് അതിന്റെ പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇനി അവിടെ കൊടുത്തിട്ടുണ്ട് മെഡിക്കൽ വേർഡ് വെന്റിലേഷൻ. അതിനകത്ത് കൂടി നമ്മൾ ഹൈപ്പർ, അതായത് പ്രിഫിക്സ് ആണ് ഹൈപ്പർ. ഹൈപ്പർ എന്ന് ചേർക്കുമ്പോ ഹൈപ്പർ വെന്റിലേഷൻ വരുന്നുണ്ട് അല്ലെ. ഹൈപ്പർ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്രുതഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ വെന്റിലേഷനെ കൂടി ഹൈപ്പർ എന്ന പ്രിഫിക്സ് വേർഡ് ചെയ്യുമ്പോ അതിന്റെ വേർഡിന്റെ പേരെന്താ? ഹൈപ്പർ വെന്റിലേഷൻ എന്നാകും. ആ ഹൈപ്പർ വെന്റിലേഷന്റെ തുടക്ക ഭാഗം എന്ന് പറയുന്നത് ഹൈപ്പർ ആണ്. അതാണ് എന്ത് പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. അതുപോലെ തന്നെ പ്രിഫിക്സിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അറിഞ്ഞ് നമ്മൾ പഠിക്കണം. ഓക്കെ, അത്ര ഉള്ളൂ അതിനകത്ത് പറയുന്നത്. അപ്പോ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ബിഗിനിങ് ഓഫ് ദി വേർഡ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. അതുപോലെ തന്നെ അതിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ വൈസ് കൊടുത്തിട്ടില്ലേ? ഓട്ടോ പൈലറ്റ്, സബ്മറൈൻ, നമുക്കുള്ളത് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഓട്ടോ എന്നുള്ളതാണ് പ്രിഫിക്സ്, സബ് എന്നുള്ളതാണ് അതിന്റെ പ്രിഫിക്സ് വരുന്നത്. ട്രൈ, ഇനി വേണമെങ്കിൽ അൺഹാപ്പി നമുക്ക് പറയാം അല്ലെ. നമ്മൾ നോർമൽ ആയിട്ട് പറയുന്ന വാക്കുകളാണ് അല്ലെ. അൺഹാപ്പി, അൺ എന്നുള്ളതാണ് അതിന്റെ പ്രിഫിക്സ് വരുന്നത്. അതുപോലെ എന്താണ്? അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺ എന്നുള്ളതാണ് അതിന്റെ പ്രിഫിക്സ് ആയിട്ട് വരുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു അബ്നോർമൽ, അബ് എന്ന്, എ ബി എന്നുള്ളതാണ് പ്രിഫിക്സ്. അപ്പൊ മനസ്സിലായോ പ്രിഫിക്സ് എന്താണെന്നുള്ളത്? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ ഇനി ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ? ഇല്ല, ഓക്കെ ആണ്, ക്ലിയർ ആണ്. ഇനി സഫിക്സ് എന്താ? സഫിക്സ് എന്ന് പറഞ്ഞാല് സഫിക്സ് ആർ used at the end of the word. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, അത്രമാത്രം അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. സഫിക്സ് എന്ന് പറഞ്ഞാല് എൻഡ് ഓഫ് ദി വേർഡ് ആണ്. ഓക്കെ, പ്രിഫിക്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. പ്രിഫിക്സ് എന്ന് പറയുമ്പോ എന്താണ്? ബിഗിനിങ് ഓഫ് ദി വേർഡ് ആണ്. സഫിക്സിലേക്ക് വരുമ്പോ എന്താണ്? എൻഡ് ഓഫ് ദി വേർഡ് ആണ്. ഓക്കെ, ഒരു മെഡിക്കൽ ടേമിന്റെ അവസാന ഭാഗം അല്ലെ, അതിനെയാണ് നമ്മൾ സഫിക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട് സഫിക്സ് ഐറ്റിസ്, ഐറ്റിസ്. ഇനി ഇൻഫ്ലമേഷൻ, അതിന്റെ മീനിങ് ആണ് ഇൻഫ്ലമേഷൻ. അപ്പൊ നമ്മൾ നോക്കുമ്പോ അതിനകത്ത് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തോ പ്ലസ് ഐറ്റിസ് ചേരുമ്പോ എന്താണ്? ആർത്രൈറ്റിസ് എന്ന് വായിക്കും നമ്മൾ. ഓക്കെ, ആർത്രൈറ്റിസില് സഫിക്സ് ഏതാണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഏതാണ് സഫിക്സ് ആർത്രൈറ്റിസില്? ഐറ്റിസ് എന്നുള്ളത്. ഓക്കെ, അതിന്റെ മീനിങ് ആണ് ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ്, അതായത് സന്ധിവാതം എന്നൊക്കെ പറയാറില്ലേ, അതിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിന്റ്സ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആർത്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രിഫിക്സ് ആണ്. ഐറ്റിസ് ആണ് എന്ത്? സഫിക്സ്. മനസ്സിലായോ? ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം.
ഹാപ്പിനെസ്. ഹാപ്പിനെസിന്റെ സഫിക്സ് ഏതാ? ഹാപ്പിനെസ് എന്ന വാക്കിൽ സഫിക്സ് ഏതായിരിക്കും? നെസ്, NESS അല്ലേ? എൻഡ് ഓഫ് ദി വേർഡ് ആണ് അല്ലേ? ഹാപ്പിനെസിന്റെ എൻഡ് വരുന്നത് നെസ് ആണ്. മനസ്സിലായോ? അപ്പോ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ആണോ? എൻഡ് ഓഫ് ദി വേർഡ് ആണ്. കിട്ടിയില്ലേ? ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ അതിനകത്ത് പറയുന്നത് കേട്ടോ. ജസ്റ്റ് അതിന്റെ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഫസ്റ്റ് സെന്റൻസ് മിസ് പറഞ്ഞിരിക്കുന്ന ഓരോന്നിന്റെയും സഫിക്സിന്റെ ആയാലും പ്രിഫിക്സിന്റെ ആയാലും ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ആർത്രൈറ്റിസ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. അതിന്റെ സഫിക്സ് വരുന്നത് ഏതാണ്? ഐറ്റിസ് ആണ്. എൻഡ് ഓഫ് ദി വേർഡ് ആണ്. കിട്ടിയില്ലേ? നെക്സ്റ്റ് നോക്കാം കേട്ടോ. റൂട്ട് വേർഡ്. എന്താ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാല്? റൂട്ട് വേർഡ് എന്താണ്? ചീഫ് പാർട്ട് ഓർ സ്റ്റെം ഓഫ് ദി വേർഡ് ഈസ് നോൺ ആസ് എ റൂട്ട് വേർഡ്. അണ്ടർലൈൻ ചെയ്യാട്ടോ. എന്താണ്? റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ is the essential part of the medical term ആണ്. ഓക്കെ, essential part of the medical term അല്ലെങ്കിൽ chief part എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റെം ഓഫ് ദി വേർഡ്. ഓക്കെ, അതിനെ നമുക്ക് റൂട്ട് വേർഡ് എന്ന് പറയാം. എസെൻഷ്യൽ പാർട്ട് ആണെന്ന് പറയാം. ജസ്റ്റ് ഒന്ന് എഴുതി എടുക്കാം കേട്ടോ. എസെൻഷ്യൽ പാർട്ട് ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പൊ പറഞ്ഞപ്പോഴാണോ മനസ്സിലായേ? ഓക്കെ, എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി മെഡിക്കൽ ടേം. അതുപോലെ തന്നെ അവിടെ ഫസ്റ്റ് സെന്റൻസ് കൊടുത്തിട്ടുണ്ട് ചീഫ് പാർട്ട് ഓർ സ്റ്റെം ഓഫ് ദി വേർഡ് എന്നും കൂടി അണ്ടർലൈൻ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ റൂട്ട് വേർഡ് നമുക്ക് എന്താണ് നമുക്ക് പറയാൻ പറ്റും. പ്രിഫിക്സ്, സഫിക്സ് വെച്ച് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ബബിൾസ് കമ്പൈൻ ചെയ്ത്, ബബിൾസുകൾ കമ്പൈൻ ചെയ്ത് നമുക്ക് റൂട്ട് വേർഡ് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. CPR, അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. CPRന്റെ CPR ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാം 3 കാര്യങ്ങൾ. പ്രിഫിക്സ് ഏതാണ്, സഫിക്സ് ഏതാണ്, റൂട്ട് വേർഡ് ഏതാണ്. CPRന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞേ. ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ പഠിച്ചതല്ലേ മക്കളെ? ആണോ? പഠിച്ചിട്ടുണ്ടല്ലേ? CPR കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് നമ്മള്, ഇല്ലേ? ഓക്കെ, ഇനി CPR കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ ആണ്. ഇനി അതിന്റെ പ്രിഫിക്സ് ഏതാന്ന് പറയാൻ പറ്റോ? പ്രിഫിക്സ് കാർഡിയോ, മനസ്സിലായോ? സഫിക്സ് ഏതാ? സഫിക്സ് ഏതാണ്? റിസസിറ്റേഷൻ. ഓക്കെ, വെരി ഗുഡ്. ഇനി റൂട്ട് വേർഡ് ഏതായിരിക്കും? റൂട്ട് വേർഡ് ഏതായിരിക്കും? പൾമിനറി അല്ലേ? കാർഡിയോ അതാണ് എന്ത്? പ്രിഫിക്സ്. റിസസിറ്റേഷൻ ആണ് സഫിക്സ്. ഇനി അതിന്റെ അടുത്ത് നമ്മൾ പറയാത്തൊരു വേർഡ് ഉണ്ടല്ലേ? പൾമിനറി. അതാണ് എന്ത്? റൂട്ട് വേർഡ് എന്ന് പറയുന്നേ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. അതിന് എക്സാമ്പിൾസ് ആക്കിയിട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. കിട്ടിയോ നോക്കിയേ.
ഓക്കെ ആണോ? സഫിക്സ് എന്താ, പ്രിഫിക്സ് എന്താ, റൂട്ട് വേർഡ് എന്താണ്? ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, 3 ടേംസും ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് അബ്രിവേഷൻസ്. അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? Abbreviations are words which are used to shorten notes or documentations. Underline ചെയ്ത് വെക്കാട്ടോ. ഷോർട്ട് ഫോംസ് അല്ലെ? ചുരുക്കി എഴുതുന്നതിനെയാണ് നമ്മുടെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അബ്രിവിയേഷൻ എന്ന് പറഞ്ഞാല് ചുരുക്കി എഴുതുന്നതിനെയാണ് ഷോർട്ട് ഫോംസില് അല്ലെ? ഷോർട്ട് നോട്ടിൽ എഴുതുന്നതിനെയാണ് അബ്രിവിയേഷൻസ് എന്ന് പറയുന്നത്. അതായത് പേഷ്യൻസ് കെയർ റെക്കോർഡുകളിൽ ചുരുക്കിയ എഴുത്തുകൾ ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അംഗീകരിച്ച സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ്, അംഗീകരിച്ച ചുരുക്കി എഴുത്തുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അംഗീകരിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള അബ്രിവിയേഷൻസ് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള അബ്രിവിയേഷൻസ് യൂസ് ചെയ്യുന്നത്? ചുരുക്കി എഴുത്തുകള്. ചില ആളുകൾ, ഡോക്ടേഴ്സ് ഒക്കെ എഴുതുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? അത് പ്രിസ്ക്രിപ്ഷൻസ് എഴുതുമ്പോ അവർ ചുരുക്കി എഴുത്ത് മാത്രം എഴുതാൻ പാടുള്ളൂ എന്നുള്ള നിയമങ്ങളുണ്ട്. ഓക്കെ, അത് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ പഠിക്കുന്നുണ്ട്. അത് നിങ്ങൾ തുടർന്ന് പഠിക്കും. ഒരു 4ാമത്തെ മൊഡ്യൂളാണ്. അതിനകത്തൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാല്, ഡോക്ടേഴ്സ് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ കുറിപ്പടി നമുക്ക് തരില്ലേ? മരുന്ന് എഴുതിയിട്ട് തരില്ലേ? ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എന്തില് കൊടുക്കുന്നത്? ഫാർമസിയിൽ കൊടുത്ത് മരുന്ന് വാങ്ങിക്കുന്നത് അല്ലെ? ആ പ്രിസ്ക്രിപ്ഷനിൽ അവര് എഴുതേണ്ട നിയമം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മരുന്നുകളുടെ പേര് എഴുതേണ്ടത്? അബ്രിവിയേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അബ്രിവിയേഷൻസിൽ എഴുതണം. ചുരുക്കി എഴുതിയിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. ചില ഡോക്ടേഴ്സ് ഒക്കെ അത് എഴുതുന്നുണ്ട്, ചിലവര് അത് പാലിക്കുന്നില്ല, നിയമം പാലിക്കുന്നില്ല. ഓക്കെ, അവരുടെ എഴുത്തൊന്നും നമുക്ക് മനസ്സിലാവില്ല അല്ലെ? അപ്പൊ അത് അങ്ങനെ ആശയക്കുഴപ്പം അവിടുത്തെ സ്റ്റാഫിന്, അതായത് ഫാർമസിയിലുള്ള സ്റ്റാഫിനൊക്കെ ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, തെറ്റുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നമ്മൾ അബ്രിവിയേഷൻ ആയിട്ടുള്ള ഫോംസിലൊക്കെ എഴുതുന്നത്. ഓക്കെ, മറ്റുള്ള ആരോഗ്യ പ്രവർത്തകര് എഴുതിയിട്ടുള്ള രേഖകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. കാരണം എന്താ? അബ്രിവിയേഷൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിക്കൽ ടേംസുകൾ യൂസ് ചെയ്യുന്നത് ആരാണ്? മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ? അവർക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പെട്ടെന്ന് മനസ്സിലാവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അബ്രിവിയേഷൻസ് ഒക്കെ അവര് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അംഗീകൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് ഓർത്ത് വെക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അബ്രിവിയേഷൻസുമായിട്ട് ബന്ധപ്പെട്ടത്. ക്ലിയർ ആയില്ലേ? ഇപ്പൊ ചുരുക്കി എഴുത്ത് എന്നുള്ളത് ഓർത്ത് വെക്കാൻ ഷോർട്ട് നോട്ട് ആണ് അബ്രിവിയേഷൻസ്. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? പ്രിഫിക്സ്, സഫിക്സ്, റൂട്ട് വേർഡ്, അബ്രിവിയേഷൻസ്. ഓക്കെ, ഇനി മിസ് എടുത്തിരിക്കുന്നത് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ചെയ്ത് പോവാം നമുക്ക്. ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് മിസ് ചോദിക്കുന്നത്. ഓക്കെ ആണോ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയാം കേട്ടോ. ഓക്കെ, ഇനി മിസ് എടുത്തിരിക്കുന്നത് ഈ ഫസ്റ്റ് പേജ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഈ 25 വരെയാണ് മിസ് എടുത്തതെന്ന് പറഞ്ഞു അല്ലെ? 25 വരെ. ബാക്കിയുള്ളത് മിസ് എടുത്താൽ മതിയില്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഇനി ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ പേജ് നമ്പർ എന്താണ്? എന്തുദ്ദേശം നിങ്ങളുടെ? എന്താണ്?
അശ്വതി മിസ്സിന് എന്ത് പറ്റി? അശ്വതി മിസ് ക്ലാസ് എടുക്കുന്നത് മനസ്സിലായില്ലേ? അതുകൊണ്ടാണോ? പറയുന്നത് ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തേ ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ലേ മിസ്? മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു എന്നാണ് മിസ്സിനോട് പറഞ്ഞത്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ പറയാം, ഫസ്റ്റ് തൊട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തൊട്ട് നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ പറയാം. അതായത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഒരു പേജ് ഇപ്പൊ എടുത്ത് കഴിയുമ്പോൾ അടയാളപ്പെടുത്തി തരാം, മാർക്ക് ചെയ്ത് തരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പേജിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാർക്ക് ചെയ്ത് തന്നിരിക്കുന്നത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട്, നമുക്കൊരു എത്രയാ കുറേ ഉണ്ടല്ലോ ഇതിനകത്ത് പഠിക്കാനായിട്ട്. അപ്പൊ മാർക്ക് ചെയ്ത് തരും, അപ്പൊ അതനുസരിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് പ്രിഫിക്സ് നോക്കാം. എന്താണ് അവിടെ പ്രിഫിക്സ്? അതിന്റെ എന്താ തുടക്ക ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഓക്കെ, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? എന്താ പഠിച്ചേ? മെഡിക്കൽ ടേമിന്റെ ഏത് ഭാഗമാണ്? ഫസ്റ്റ് ആണോ ലാസ്റ്റ് ആണോ? ബിഗിനിങ് ഓഫ് ദ വേർഡ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? കണ്ടോ? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ട്, അതാണ് ഹൈഫൺ മീനിങ് ചെയ്യുന്നത്. കഴിഞ്ഞിട്ട് ഉണ്ട്, വാക്കുകൾ വേർഡുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മീനിങ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഹൈഫൺ. ഓക്കെ, അപ്പൊ ഒരു വേർഡിന്റെ ബിഗിനിങ് ആണ് അതിന്റെ മീനിങ് നോക്കിയേ. വിത്ത് ഔട്ട്, ഫോർ വാണ്ട് ഓഫ്. ഓക്കെ, വിത്തൗട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാതെ. ഓക്കെ, ഫോർ വാണ്ട് ഓഫ് എന്ന് പറഞ്ഞാല് ആവശ്യമായിരിക്കുക അല്ലെ, എനിക്ക് വേണം, എന്റെ ആവശ്യം. വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ആവശ്യം. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മിസ് എടുത്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിസ് പറഞ്ഞു തരാം, അത് രണ്ട് പ്രാവശ്യം മിസ് പറയും. ഓക്കെ, ഇനി എ ബി എന്നാല് തുടക്ക ഭാഗം. അതിന്റെ ഇനി തുടർന്ന് ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഹൈഫൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പുറം. ഓക്കെ, ഇനി അബ്ഡോമൻ. ഓക്കെ, ഇനി അവിടെ എന്താ? അബ്ഡോമൻ എന്ന് പറഞ്ഞാല് സ്റ്റൊമക്ക്. നമുക്കറിയാം എന്താണ് ആമാശയം, അല്ലെങ്കിൽ എന്താ? വയറ് അല്ലെ. വയറാണ്. പിന്നെ എന്താണ്? അക്രോ എന്ന് പറഞ്ഞാൽ എന്താ? പെർറ്റൈനിങ് ടു ആൻഡ് സിവിയറിറ്റി. ഓക്കെ, അതായത് ഒരു തീവ്രമായിട്ട് ബന്ധപ്പെട്ട്, അത് തീവ്രമായിട്ട് ബന്ധപ്പെട്ട്. സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രതയാണ് അല്ലെ. ഒരു തീവ്രമായി ബന്ധപ്പെട്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് അക്രോ. ഇനി എന്താ? എ ഡി എന്ന് പറഞ്ഞാല് ടു, അല്ലെങ്കിൽ അതിന്റെ മീനിങ് വരുന്നത് എന്താണ്? ഇൻ ദ ഡയറക്ഷൻ ഓഫ്. അപ്പൊ എന്താണ്? ടു എന്ന് പറഞ്ഞാൽ വരെ എന്നുള്ളതാണ്. ഇനി ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന് പറഞ്ഞാല് ഡയറക്ഷൻ, ദിശ അല്ലെ. ഡയറക്ഷൻ നമ്മൾ പറയാറുണ്ട്, ദിശ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? അഡിനോ എന്ന് പറഞ്ഞാല് അഡിനോ എന്ന് പറഞ്ഞാല് റെഫറിങ് ടു എ ഗ്ലാൻഡ്. ഓക്കെ, റെഫറിങ് ടു എ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് അഡിനോയിഡ് ഗ്രന്ഥി അല്ലെ, മറ്റേ ഗ്രന്ഥി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഓക്കെ, വെരി ഗുഡ്. ഒരു ഗ്രന്ഥിയെ പരാമർശിക്കുന്നതാണ് എന്ത് പറയുന്നത്? റെഫറിങ് ടു എ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഇനി എന്താ? എ എൻ എന്ന് പറഞ്ഞാല് വിത്തൗട്ട്, ഫോർ വാണ്ട് ഓഫ്. വിത്തൗട്ട് എന്ന് അറിയാലോ, ഇല്ലാതെ. അതുപോലെ തന്നെ ഫോർ വാണ്ട് എന്ന് പറഞ്ഞാല് ആവശ്യത്തിന്, ആവശ്യം. നെക്സ്റ്റ് എന്താണ്? എന എന്ന് പറഞ്ഞാൽ എന്താ? അപ്പ്, ബാക്ക്, വൺ മോർ ടൈം. ഓക്കെ, അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളില്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ. ബാക്ക് അറിയാം, പിന്നിൽ. ഇനി
one more time. എന്താണ് ഒന്നുകൂടി. ഓക്കെ, ഇനി എന്താ ആൻജിയോ. ആൻജിയോന്റെ ഒരു വേർഡ് പറയാൻ പറ്റുമോ? തുടർന്നുണ്ട് എന്നുള്ളതാണ് ഹൈഫൻ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഒരു വാക്ക് പറയാൻ പറ്റുമോ നമ്മുടെ മെഡിക്കൽ ടേമില്? ആൻജിയോഗ്രഫി പറയാൻ പറ്റില്ലേ? ആൻജിയോഗ്രഫി. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി പറയാം ഇല്ലേ? അതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് നോക്കിയേ. ആൻജിയോഗ്രഫി പറയാം, ആൻജിയോപ്ലാസ്റ്റി ഒക്കെ പറയാം കേട്ടോ. ഇനി അതിന്റെ മീനിങ് ആണ് വെസല്, ബ്ലഡ് വെസൽ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ റേഡിയോളജിയില് ഇല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ആന്റി. ആന്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രയർ ടു അല്ലെങ്കിൽ ഫോർവേഡ്, മുൻപ്. പ്രയർ ടു എന്ന് പറഞ്ഞാല് മുൻപ്, ഫോർവേഡ് എന്ന് പറഞ്ഞാല് മുന്നോട്ട് അല്ലെ. നെക്സ്റ്റ് എന്താണ് ആന്റി. ആന്റി അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. വെരി ഗുഡ്, ആന്റിബയോട്ടിക്സ് പറയാൻ പറ്റില്ലേ? ഓക്കെ, ഇനി അതിന്റെ മീനിങ് നോക്കിയേ. അവേഴ്സ് ടു അല്ലെങ്കിൽ എന്താണ് ഫോർവേഡ്, വിമുഖത. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഫോർവേഡ്, മുന്നോട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ആർട്ടീരിയോ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് പറയുന്നത് ആർട്ടീരിയോ. ആർട്ടറി നമ്മൾ പറയാറുണ്ടല്ലേ. ആർട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? ധമനിയുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, ഇനി എന്താ നെക്സ്റ്റ് ആണ് എന്താ ഓർത്തോ അല്ലെ. ഓർത്തോ എന്താണത്? pertaining to joint. ആർത്രൈറ്റിസ് അല്ലെ. ഓക്കെ, ആർത്രൈറ്റിസ്. ആർത്തോ ഐറ്റിസ് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആർത്രൈറ്റിസ് എന്നാവും അല്ലെ. ആർത്രൈറ്റിസ് എന്ന് പറയാം. pertaining to joint, സന്ധിവാതം നമ്മൾ പഠിച്ചതാണ്. ഇനി നെക്സ്റ്റ് എന്താണ് ഓട്ടോ. ഓട്ടോ എന്ന് പറഞ്ഞാല് വൺ സെൽഫ്, എന്താണ് സ്വയം എന്നുള്ള മീനിങ് ആണ്. ഇനി ബൈ ടു, ഓക്കെ, ഇതറിയാൻ പറ്റും. ഇനി ബയോ, ഓട്ടോണമി. ഓക്കെ, ഇനി ബയോ. ബയോ വെച്ചിട്ട് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു നോക്കി. ബയോ വെച്ചിട്ട് ബയോപ്സി. വെരി ഗുഡ്. പിന്നെ ബയോളജി പറയാൻ പറ്റില്ലേ? ഓക്കെ, ബയോളജി, ബയോപ്സി ഒക്കെ പറയുന്നതാണ്. ബിലോങ്ങിങ് ടു ലൈഫ്, എന്താണ് ജീവനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. ബയോളജിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ജീവനുമായിട്ട് ബന്ധപ്പെട്ട. ഇനി പ്ലാസ്റ്റോ. പ്ലാസ്റ്റോ ഓർ സെൽ, എന്താണ് അണുക്കൾ അല്ലെങ്കിൽ കോശം. ഇനി എന്താണ് ബ്ലിഫോഗോ, സോറി ബ്ലിഫാറോ. ബ്ലിഫാറോ ബ്ലിഫാറോ എന്ന് പറഞ്ഞാൽ എന്താ? ബിലോങ്ങിങ് ടു ആൻ ഐൽഡ്. എന്താണ് ഐൽഡ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? ഈ കൺപോളയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. ഓക്കെ, ഐലിഡ്. ഓക്കെ, അപ്പൊ എന്താണ് ബിലോങ്ങിങ് ടു ഐലിഡ്. ഐലിഡ് എന്ന് പറഞ്ഞാല് കൺപോളയുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, ബിഫാറോ. ബിഫാറോ എന്ന മീനിങ് വരുന്നത് ബിലോങ്ങിങ് ടു ആൻഡ് എന്താണ് എയ്ലിഡ്. ഓക്കെ, എയ്ലിഡ്. എയ്ലിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺപോളയുമായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തൊക്കെ അടയാളപ്പെടുത്തിയിട്ടില്ലേ നമ്പേഴ്സ്? ഓക്കെ, ഒന്നുകൂടി പറയണോ? ജസ്റ്റ് ഒന്ന് പറയാം. 3, 6, 9, 11, 12, 13, 14, 17, 18. ഓക്കെ ആണോ? ഒന്നുകൂടി പറയാം. ഓക്കെ, 3, 6, 9, 11, 12, 13, 14, 17, 18. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് കേട്ടോ. നെക്സ്റ്റ് ആണ് 19 തുടങ്ങി 42 വരെയുള്ള ഇതാണ് നമ്മൾ പറയുന്നത്.
നോക്കാം. ബ്രാഡിങ് ഫസ്റ്റ് പറയുന്നത് ബ്രാഡിങ്. ഡൾ എന്ന് പറഞ്ഞാൽ എന്താ? മുഷിഞ്ഞ. ഓക്കെ, ഡൾ എന്ന് പറഞ്ഞാല് മുഷിഞ്ഞ. ഓക്കെ, കാൽക്ക്. കാൽക്ക് കാൽക്ക് എന്ന് പറഞ്ഞാല് സ്റ്റോൺ ഓർ ഹീൽ അല്ലെ? കാൽസ്യം പറയാലെ നമുക്ക്. വെരി ഗുഡ്. സ്റ്റോൺ അല്ലെ? അപ്പോ എന്താണ്? കല്ല്. അതുപോലെ തന്നെ ഹീൽ എന്ന് പറഞ്ഞാല് കുറ്റി. കൂറ്റിയില്ലേ നമ്മുടെ കാലിന്റെ അടിഭാഗത്തുള്ളത്? കൂറ്റി എന്നല്ലേ നിങ്ങൾ പറയാ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? കാർഡിയോ എന്നറിയാലോ? കാർഡിയോളജി അല്ലെ? വെരി ഗുഡ്. കാർഡിയോളജി ബിലോങ്ങിങ് ടു ഹാർട്ട്, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട. ഇനി എന്താണ്? സെഫാലോ. സെഫാലോ എന്ന് പറഞ്ഞാൽ എന്താ? ബിലോങ്ങിങ് ടു ദ ഹെഡ്, തലയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? സെറിബ്രോ. അതെന്തായിരിക്കാം? നമുക്ക് തന്നെ സെറിബ്രം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? ബിലോങ്ങിങ് ടു ദ സെറിബ്രം, പാർട്ട് ഓഫ് ദി ബ്രെയിൻ അല്ലെ? ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിൻ ഒരു ഭാഗമാണ് അല്ലെ? പാർട്ടാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? സെർവിക്കോ. സെർവിക്കോ എന്ന് പറഞ്ഞാല് ബിലോങ്ങിങ് ടു നെക്ക് ഓർ യൂട്രിൻ സെർവിക്സ്. ഓക്കെ, യൂട്രിൻ സെർവിക്സ്. അതായത് സെർവിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് സെർവിക്സ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും സെർവിക്സ്? ഗർഭാശയം. ഓക്കെ, ഗർഭാശയം കേട്ടോ. ഗർഭാശയം. യൂട്രസ്. ഗർഭാശയം. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ചൊലെ. ചൊലെ എന്ന് പറഞ്ഞാല് ബിലോങ്ങിങ് ടു ബെയിൽ ഓർ കൽ. ബെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ബെയിൽ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ബെയിൽ, പിത്തരസം. ഓക്കെ, ഓർമ്മയുണ്ട്. ഓക്കെ, പാൻക്രിയാസ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് ആണ് കോൺട്രോ. കോൺട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ബിലോങ്ങിങ് ടു കാർട്ടിലേജ്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ എന്താ? കാർട്ടിലേജ് എന്തായിരിക്കും? തരുണാസ്ഥി. കേട്ടിട്ടുണ്ടോ? തരുണാസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടത്. തരുണാസ്ഥി. തരുണാസ്ഥി ട്ടോ. കാർട്ടിലേജ് എന്ന് പറഞ്ഞാല് തരുണാസ്ഥി. ഓക്കെ, നെക്സ്റ്റ് ആണ് സർക്കം. സർക്കം എന്ന് പറഞ്ഞാല് ഓൺ ഓൾ സൈഡ്സ് അല്ലെങ്കിൽ എബൌട്ട്. ഓക്കെ, എല്ലാ വശങ്ങളും. സർക്കംസ്റ്റാൻസസ്. ഓക്കെ, എല്ലാ വശങ്ങളും അല്ലെങ്കിൽ എന്താണ്? ഏകദേശം. എബൌട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം. ഇനി നെക്സ്റ്റ് എന്താണ്? കോൺട്രാ. കോൺട്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് അല്ലെ? എഗെയിൻസ്റ്റ് എതിരെ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താ? കോസ്റ്റോ. കോസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? ബിലോങ്ങിങ് ടു എ റിബ്. റിബ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺട്രാക്ഷൻസ്. ഓക്കെ, റിബ് എന്തായിരിക്കും? റിബ്. റിബ് എന്താണ്? വാരിയൽ അല്ലെ? ഓക്കെ, വാരിയല്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്? സയാനോ. സയാനോ എന്ന് പറഞ്ഞാല് ബ്ലൂ. ഓക്കെ, ബ്ലൂ. ഇനി നെക്സ്റ്റ് ആണ് സിസ്റ്റോ. സിസ്റ്റോ എന്ന് പറഞ്ഞാല് റിലേറ്റിംഗ് ടു ബ്ലാഡർ. ഓക്കെ, ബ്ലാഡർ അറിയാലോ? എന്താ ബ്ലാഡർ? എന്താ ബ്ലാഡർ? ഓക്കെ, എന്താണ്? മൂത്രസഞ്ചി അല്ലെ? മൂത്രസഞ്ചി. ഇനി നെക്സ്റ്റ് ആണ് സൈറ്റോ. സൈറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു എ സെൽ. നമുക്കറിയാം അല്ലെ? റിലേറ്റിംഗ് ടു എ സെൽ അറിയാലോ? കോശം ആണ്. ഇനി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺ ഫ്രം അല്ലെ? താഴേക്ക്. ഡൗൺ. സൈറ്റോളജി, സൈറ്റോടോക്സിക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആണ് ഡെർമറ്റോ.
ഡെർമറ്റോളജി കേട്ടിട്ടുണ്ടോ? റിലേറ്റിംഗ് ടു സ്കിൻ അല്ലെ, ഡെർമറ്റോളജി. ഓക്കെ, ഇനി ഡൈ ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? 2 times അല്ലെങ്കിൽ എന്താ? ഡബിൾ. ഓക്കെ, ഡിംനേഷ്യ. ഓക്കെ, അപ്പൊ എന്താണ് 2 times 2 തവണ അല്ലെങ്കിൽ ഡബിൾ, ഇരട്ടി എന്നൊക്കെ ഉള്ളതാണ്. ഇനി ജയ എന്ന് പറഞ്ഞാൽ എന്താ? ത്രൂ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. ത്രൂ എന്ന് പറഞ്ഞാൽ വഴി, കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും, പൂർത്തിയായത്. ഓക്കെ, ഇനി എന്താ? ഡിസ്. ഡിസ് എന്ന് പറഞ്ഞാല് എന്താണ്? ടഫ് അല്ലെ, കഠിനമായ, ടഫാണ് അല്ലെ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ടഫ് ആയിരുന്നു അല്ലെ, നമ്മൾ പറയാറുണ്ട് അല്ലേ? പിന്നെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ, ടഫ് അല്ലെ, നമ്മൾ പറയാറുണ്ട് ടഫാണ്. ഓക്കെ, ഇനി എന്താ? അഗോണൈസിങ്. അഗോണൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഠിന വേദന. ഓക്കെ, അഗോണൈസിങ് എന്ന് പറഞ്ഞാല് കഠിന വേദന. ഇനി അതുപോലെ തന്നെ അബ്നോർമൽ, അസാധാരണമായ. അബ്നോർമൽ എന്ന് പറഞ്ഞാല് അസാധാരണമായ. ഓക്കെ, എക്ടോ. എക്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട് ഫ്രം, പുറത്ത് നിന്ന്. ഓക്കെ, ഔട്ട് ഫ്രം, പുറത്ത് നിന്ന്. ഇലക്ട്രോ, റിലേറ്റിംഗ് ടു ഇലക്ട്രിസിറ്റി. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇലക്ട്രോ. ഇലക്ട്രോൺ എക്സാമ്പിള് നല്ല ചുരുക്കിയേ, എന്തായിരിക്കാം? ഓക്കെ, ഇലക്ട്രോ. പറയാം. ഇലക്ട്രോ കാർഡിയോ അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഒക്കെ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, സംശയിക്കേണ്ടത് നിങ്ങള്. കാർഡിയോഗ്രാഫ്, കാർഡിയോഗ്രാഫ്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഒക്കെ നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എൻറ്റോ. എൻറ്റോ എന്ന് പറഞ്ഞാല് ഇൻസൈഡ്, അകത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? എൻറ്ററോ. എൻറ്ററോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റിംഗ് ടു ദ അൺമിനിറ്റോ. എൻട്രോ എന്ന് പറഞ്ഞാൽ എന്താ? എൻട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു ദ ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്തായിരിക്കാം ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? കുടലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ. എൻട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റിംഗ് ടു ഇൻഡസ്ട്രീസ്, അതായത് കുടലുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനി നെക്സ്റ്റ് ആണ് എപ്പി. എപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? അപ്പോൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്ന മീനിങ് എന്ന് പറഞ്ഞാല് ഓൺ അല്ലെ. എപ്പിഡമിക്. എപ്പിഡമിക് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പോൺ. അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ, അല്ലെങ്കിൽ എന്താണ്? ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സമീപം അല്ലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഇനി മിസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്ന് പറയാം. മാർക്ക് ചെയ്തോളൂ കേട്ടോ. 23 സെറിബ്രോ. 23 സെറിബ്രോ. 28 കോൺട്രാ. 28 കോൺട്രാ. ഇനി അടുത്തത് 23 പറഞ്ഞു, 28 പറഞ്ഞു. 31 സിസ്റ്റം. 31 സിസ്റ്റം. 32 സൈറ്റോ. 34 ഡെർമറ്റോ. 34 ഡെർമറ്റോ.
39 electron. 39 electron. 41 enteron relating to the enteron. 41 enteron relating to the industries. Okay. ഒന്നുകൂടി പറയാം കേട്ടോ. മിസ് പറയാം, ശ്രദ്ധിച്ച് ചെയ്യുക. 23, 28. Okay, ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. 23, 28, 31, 32, 34, 39, 41. കിട്ടിയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. 19 മുതൽ 42 വരെയാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇല്ല 21 വേണ്ട. ഓക്കെ, 21 മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു മിസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മാത്രം അണ്ടർലൈൻ ചെയ്യാം. 23, 23, 28, 31, 32, 34, 39, 41. കിട്ടിയില്ലേ? അതെ അല്ലേ? ഓക്കെ ഓക്കെ. ഇമ്പോർട്ടന്റ് ആയിട്ട് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കാർഡിയോ ഉണ്ടോ എന്നും കൂടി മിസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. വേറെ മിസ്മാരുടെ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളെ നോക്കിയിട്ട് മിസ് പറയാം കേട്ടോ. 21 അല്ലേ? ആ, 38 ഇല്ല. അതും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ. ഓക്കെ, മിസ് നോക്കിയിട്ട് പറയാം കേട്ടോ. 21 38 അല്ലെ? ജസ്റ്റ് ഒന്നും കൂടി നോക്കിയിട്ട് കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ, ക്ലാസ്സിൽ വരുമ്പോൾ പറയാം കേട്ടോ. ആ, ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞതല്ലേ, ലെഫ്റ്റ് ആയിക്കോളൂ. ആണോ? വൺ മിനിറ്റ് കേട്ടോ, 1 മിനിറ്റ്. 1 മിനിറ്റ് ഇപ്പൊ തന്നെ കൺഫേം ആക്കാം കേട്ടോ. 1 മിനിറ്റ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ആ പേജ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
പറയാം കേട്ടോ. 1 minute കേട്ടോ. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യട്ടെ എന്നിട്ട് പറയാം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു. ഫസ്റ്റ് പേജിലെ മിസ് പറയാം കേട്ടോ. മിസ് അണ്ടർലൈൻ ചെയ്ത് തന്നത് അടയാളപ്പെടുത്തിയത് മാത്രം ഒന്ന് അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ. മിസ് പറഞ്ഞത് തന്നെയാണ് 3, 6, 9, 11, 12, 13, 14, 17, 18. ഓക്കെ, ഈ നെക്സ്റ്റ് പേജിൽ മിസ് ഒന്ന് നോക്കട്ടെ. അപ്പോഴത്തേനും ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കട്ടോ. ഓക്കെ, നെക്സ്റ്റ് 19 മുതൽ 42 വരെ ഉള്ളത് മിസ് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. 23, 28, 31, 32, 34, 39, 41. ഓക്കെ, മാർക്ക് ചെയ്തില്ലേ? ഓക്കെ, സെറ്റായോ? നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിർത്തിയാലോ? നിർത്തണോ? നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നില്ല എന്ന് പറയുമ്പോ സന്തോഷമായിരിക്കും അല്ലെ? 26 പോയി ഞാൻ പറഞ്ഞു ക്ലാസ് എടുക്കുന്നില്ല എന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ക്ലാസ് എടുക്കണ്ടെന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ നിങ്ങളോടും പറയുമ്പോ ജസ്റ്റ് 2-3 മിനിറ്റ് ഉള്ളു അല്ലെ? നാളെ ക്ലാസ് ഉണ്ടാവും. മിക്കവാറും കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ലീവ് കൊടുത്തിരുന്നില്ല. ഇപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ചിലപ്പോ ഇൻഫർമേഷൻ വരുമായിരിക്കും എങ്ങനെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ വരും. ക്ലാസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ക്ലാസ് എടുത്തായിരുന്നു. ഞങ്ങൾ ഓർക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞതോ? ഓക്കെ, 19 മുതൽ 42 വരെയുള്ളതാണോ? പറയട്ടെ. എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇന്നലെ മിസ് ചെയ്തു തന്നില്ലേ? എന്നായിരുന്നോ? ഇല്ല. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. മിസ് ഒന്ന് ചോദിച്ചിട്ട് മിസ് ചെയ്തു തരാം. ഇട്ട് തരാം. ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ മിസ് ഇട്ട് തരാം കേട്ടോ. ക്വസ്റ്റ്യൻസ് ആദ്യം മുതൽ ടെർമിനോളജി സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ? പ്രിഫിക്സ്, സഫിക്സ് തുടങ്ങി മിസ് ഈ പേജ് വരെയുള്ളത് ഇട്ട് തരാം കേട്ടോ. ഒന്നുകൂടി പറയാം. ആരോ ചോദിച്ചു ഏതെങ്കിലും ഡൗട്ട് എന്തോ പറഞ്ഞു. 19 മുതൽ 42 വരെയുള്ളത് ഒന്നുകൂടി പറയാം. 23, 28, 31, 32, 34, 39, 41. ഓക്കെ, ഇത്ര വരെ വായിച്ചിട്ട് വരാം കേട്ടോ. തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ ഓക്കെ. ഒന്നും കൂടി മിസ്സേജ് വേണമെങ്കിൽ ഇട്ട് തരാം. ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നോക്കട്ടെ കേട്ടോ. ചെയ്ത് തരാം. ഓക്കെ, ഇത്ര വരെ വായിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.